പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നോമ്പിൻ്റെ അനുഗ്രഹകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയിൽ പ്രകാശവുമായി കടന്നു പോകേണ്ട ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കും മുമ്പോട്ട് പോകാം. സങ്കീർത്തനം 19:1 ദാവീദ് ഇങ്ങനെ പറയുകയാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് സങ്കീർത്തനത്തിൽ കുറിച്ചു വെച്ച ഈ സത്യം ഇന്ന് ലോകം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇവിടെ എന്താണ് വചനം പറയുക? സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നത് ആകാശം. വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ കരവേലയെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ കരവേലയെ പറ്റി വിളംബരം ചെയ്യുന്നത് വാനവിധാനം. ഹല്ലേലൂയ. ഇന്ന് ലോകം ഒരു വലിയ ആഘോഷമാക്കിയ ഒരു സംഭവമെന്ന് പറയുക ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ചു വന്ന സുനിത വില്യംസ്, ബറി ബൂച്ച് എന്നിവരുടെ തിരിച്ചുവരവാണ്. കേവലം 8 ദിവസത്തെ ദൗത്യവുമായി 2024 ജൂൺ 5 ബോയിങ് സ്റ്റാർലൈനർ കലിപ്സോ എന്ന ബഹിരാകാശ നൗകയിൽ പ്രയാണം ആരംഭിച്ച് തിരിച്ചുവരവ് 2025 മാർച്ച് 18 വരെ നീണ്ടുപോവുകയും ചെയ്ത ഒരു വലിയ ദൗത്യം. പിന്നീട് മാർച്ച് 18 ഫ്ലോറിഡയിൽ അവർ സുരക്ഷിതമായി ഇറങ്ങുകയാണ്. അതിനവരെ സഹായിച്ചത് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സൂൾ എന്ന് പറയുന്ന ഒരു ആകാശ നൗകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അമേരിക്കയിലും ഇന്ത്യയിലും എന്തിനേറെ ലോക രാജ്യങ്ങളിൽ ഈ ദൃശ്യം ലൈവായി ജനലക്ഷങ്ങൾ കാണുകയും ഏറ്റെടുക്കുകയും ചെയ്തു. സുനിത വില്യംസിന്റെ പൂർവിക ഗ്രാമമായ ഗുജറാത്തിലെ ജുലാസനിൽ ഒരു പ്രത്യേക പ്രാർത്ഥനയും ഒക്കെ ആയിട്ടാണ് ഈ തിരിച്ചുവരവ് ഗംഭീരമാക്കിയത്. എന്നാൽ ബഹിരാകാശ നിലയത്തിൽ വെച്ച് ബറി ബുച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ച ദിവസങ്ങളിൽ വെച്ച് ഈ ബറി ബുച്ച് പഠിച്ച പാഠമെന്ന് പറയുക, അല്ലെങ്കിൽ തൻ്റെ വിശ്വാസം, അത് ലോകത്തെ സൃഷ്ടിച്ച തൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അത് വർദ്ധിപ്പിക്കുവാൻ കാരണമായി എന്ന് ബുച്ച് വ്യക്തമാക്കുകയാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ദൈവം തന്റെ പദ്ധതിയും ഉദ്ദേശവും മാനവരാശിയിൽ അല്ലെങ്കിൽ മനുഷ്യ രാശിയിൽ നടപ്പിൽ വരുത്തുന്നു എന്ന സന്ദേശം അദ്ദേഹം ലോകത്തിന് നൽകുകയാണ്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് റോമാലേഖനം 8:28 സെന്റ് പോൾ പറഞ്ഞു വെച്ച ആ ഒരു വാക്യം തന്റെ അഭിമുഖത്തിൽ പറഞ്ഞുകൊണ്ട് ബറി ബുച്ച് പറയുകയാണ്: മൈ ലോർഡ്, മൈ സേവിയർ ഈസ് ജീസസ് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒത്തിരി സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. കാരണം യേശുക്രിസ്തു ഒരു സത്യമാണെന്നും യേശുക്രിസ്തു ദൈവമാണെന്നും ഏറ്റുപറയുവാൻ ബഹിരാകാശ നിലയത്തിൽ വെച്ച് ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന ഒരു വലിയ ദൗത്യം, അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുന്നത് ഈ ലോകം ഇന്ന് എത്ര പേര് അത് ഏറ്റെടുത്തു? ആ സത്യത്തെ അവർ ഏറ്റെടുത്തില്ല. പകരം സുനിത വില്യംസിനെയും അല്ലെങ്കിൽ ഈ ബറി ബുച്ചിനെയും കൊണ്ട് തിരിച്ചു വരുന്ന ഈ സ്പേസ് എക്സ് പേടകത്തെ നോക്കിക്കൊണ്ട് ജനലക്ഷങ്ങൾ ലൈവായി ആ ബഹിരാകാശത്ത് നിന്നും താഴേക്ക് വരുന്നത് നോക്കിക്കാണുകയാണ്.
എന്നാൽ യേശുക്രിസ്തു എന്ന സത്യത്തെ തിരിച്ചറിയുവാനോ ഈ ബെറീബുച്ചു പറഞ്ഞ ആ ദൈവത്തിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് തിരിച്ചറിയുവാനോ സാധ്യമാകാതെ 800 കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് ഒത്തിരിയേറെ ജനം ഒരു സത്യമറിയാതെ കടന്നു പോവുകയാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് സകല മാനവരാശിയുടെയും പാപമോചനം സാധ്യമാക്കി. 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു കാൽവരിയിലേക്ക് കടന്നു വരികയും എന്താ പറയാ ബേത്ലഹേമിൽ ജനിച്ച് തന്റെ 33.5 വർഷ കാലഘട്ടത്തിന്റെ ഒരു ജീവിതത്തിന്റെ നടുവില് ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ജനനവും കുരിശുമരണവും പുനരുത്ഥാനവും പിന്നീടുള്ള 40 ദിവസം ഈ ലോകത്തിന്റെ ഈ ലോകത്തിലൂടെ നടന്ന് ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് സകല സൃഷ്ടികൾക്കും ഉറപ്പു നൽകിയതിന് ശേഷം ഞാൻ പോയി തിരികെ വരും എന്നുള്ള ഉറപ്പും നൽകി സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ ഇതുപോലെ ജനം നോക്കി കാത്തിരിക്കുമോ എന്ന് സംശയമാണ്. കാരണം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സത്യമാണെന്നും അത് ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുമെന്നും ജനം വിശ്വസിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച്, രണ്ടാം വരവിനെ കുറിച്ച് ഇതുപോലെ ലോകം ഉറ്റുനോക്കുമോ എന്ന് സംശയമാണ്. ഇന്ന് യേശു ആരെന്നറിയാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവില് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ അകത്ത് സ്വർഗം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യവും നിഗൂഢവുമായ ആ വലിയ പദ്ധതികളെ കുറിച്ച് അറിയാതെ കടന്നു പോകുന്ന ജനത്തിന്റെ നടുവില് ഇന്ന് സയൻസാണ് എല്ലാം അനുഗ്രഹമായി മാറുക. ഹല്ലേലൂയ. സയൻസ് ഇന്ന് വളരെയേറെ പുരോഗമിച്ചുവെങ്കിലും ദൈവത്തിന്റെ വചനമാണ് ഇന്ന് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഹോൾ യൂണിവേഴ്സിനെ പോലും സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനമാണ് ഇന്ന് സകലതും നിയന്ത്രിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ഭൗതികമായ ഒരു ഉൾക്കാഴ്ച ഇന്ന് നമുക്ക് ഇല്ലാതെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, മറ്റൊരു സംഭവം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, 1969 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിൻ എന്ന് പറയുന്ന 2 പേര്, കൃത്യമായി പറഞ്ഞാൽ 1969 ജൂലൈ 20 ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്ന ഒരു ചരിത്ര സംഭവം ലോകത്ത് രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആദ്യമായി ഭൂമിയിലേക്ക് നീൽ ആംസ്ട്രോങ് ഒരു സന്ദേശം അയക്കുകയാണ്. അങ്ങനെ ശ്രദ്ധ നേടി നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന് ലോകത്ത് രേഖപ്പെടുത്തി. ചരിത്രത്തിൽ അത് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തി. എന്നാൽ ഈ സമയം ഈ നീൽ ആംസ്ട്രോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന എഡ്വിൻ ആൾഡ്രിൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിൾ എടുത്തിട്ട് സങ്കീർത്തനം 8-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയതായി ചരിത്രം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വചനം സങ്കീർത്തനം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുക: അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര താരങ്ങളെയും ഞാൻ കാണുന്നു. വീണ്ടും അദ്ദേഹം ഇങ്ങനെ തുടർന്നു: അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്, അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണ് ഉള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഓർക്കുക, അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര താരങ്ങളെയും ഞാൻ കാണുന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ ആ വ്യക്തി ഈ ചന്ദ്രനെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഈ വാനിടത്തെ സൃഷ്ടിച്ച, ഈ സൗരയൂഥത്തെ സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി സല്യൂട്ട് ചെയ്തിട്ട് പറയുകയാണ്: അങ്ങയുടെ ചിന്തയിൽ വരാൻ പോലും മർത്യന് എന്ത് മേന്മയാ ഉള്ളത്. ഈ ചന്ദ്രനിൽ കാലുകുത്തിയത് വലിയ മേന്മയൊന്നുമല്ല, അത് ചരിത്രത്തിൽ വലിയ സംഭവമായിരിക്കാം. പക്ഷേ അതിനുമപ്പുറം ചരിത്രത്തിന്റെ ഗതികളെ മാറ്റിമറിച്ചുന്ന, അല്ലെങ്കിൽ ഈ ആകാശത്തെ, ഭൂമിയെ, സകല ജനാചരങ്ങളെ, ഈ കാണുന്ന വാനിടത്തെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിക്കുവാൻ കരുത്തെടുത്ത ഒരു ദൈവമാരെന്നും ആ ദൈവത്തിന്റെ വലിപ്പം എന്തെന്നും തിരിച്ചറിഞ്ഞ് അവിടെ മുട്ടുകുത്തിയ ആൾഡ്രിനെ പോലെ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നന്ദി പറയുന്ന എത്രയോ പേര് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്.
ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ്. അതായത് സയൻസിന്റെ വളർച്ചയിൽ ചന്ദ്രനിൽ എത്തിയ എഡ്വിൻ ആൽഡ്രിൻ ബഹിരാകാശ നിലയത്തിൽ ഏകദേശം 9 മാസം താമസിച്ച ബെറി ബൂച്ച് എന്നിവര് ഈ യൂണിവേഴ്സിനെ തന്റെ കരവിരുതിനാൽ സൃഷ്ടിച്ച ദൈവത്തെ പുകഴ്ത്തുമ്പോൾ, ആ ദൈവത്തിന്റെ മഹത്വം വിളിച്ചു പറയുമ്പോൾ, മാനവരാശിയുടെ പാപം വിമോചനം സാധ്യമാക്കുവാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന യേശുവിനെയും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും കുരിശിൽ ചിന്തിയ തിരിച്ചോരത്തുള്ളികളെയും അറിയാതെ കടന്നു പോകുന്ന ഒരു ജനത്തെ ഓർത്ത്, അല്ലെങ്കിൽ അവരുടെ ആ ദുഃഖകരമായ ആ അവസ്ഥയെ ഓർത്ത് സങ്കടം തോന്നുകയാണ്. കാരണം ഉൽപ്പത്തി 1:1 ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഒരു ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടികർമ്മത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് യേശുക്രിസ്തുവാണ് എന്ന സത്യമാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. സയൻസ് എത്ര വളർന്നാലും ലോകം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ കൂട്ടിമുട്ടാതെ കടന്നു പോകുന്നത് അപകടകരമായ ഒരു വലിയ ദുഃഖകരമായ ഒരു സത്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ജീവനേകുവാനും ജീവന്റെ സമൃദ്ധിയേകുവാനും കടന്നു വന്ന യേശുക്രിസ്തുവിനെ തിരിച്ചറിയാതെ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ രഹസ്യം തിരിച്ചറിയാതെ, തിരിച്ചോരത്തുള്ളിയുടെ മഹത്വം തിരിച്ചറിയാതെ കടന്നു പോകുന്നത് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ വളരെ അപകടമേറിയ ഒരു തലത്തിലേക്കായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ പരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വലിയ സത്യമാണ്, രഹസ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2009 ജനുവരി മാസം 1-ാം തീയതി ബറോഡയിൽ വെച്ച് ഒരു ന്യൂ ഇയർ പ്രോഗ്രാമിൽ ഇന്ത്യയുടെ ശക്തനായ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ പ്രസംഗം നടത്തുകയാണ്. അത് തന്റെ സുഹൃത്തും ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ ശൈലേഷ് മേത്ത വെളിപ്പെടുത്തിയ, അല്ലെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് പറഞ്ഞ ഒരു സംഭവത്തെയാണ് അദ്ദേഹം ആ ജനത്തിന്റെ നടുവില് വിളിച്ച് പറയുക. അത് മറ്റൊന്നുമായിരുന്നില്ല, 2008 ഈ ശൈലേഷ് മേത്തയെ കാണുവാൻ കടന്നു വന്ന ഒരു മാതാപിതാക്കള്. അതെന്താണ്, 2008 ഡിസംബർ മാസം 5-ാം തീയതി, ഡിസംബർ മാസം 24 തോന്നുന്നു, ആ ഡേറ്റ് കറക്റ്റാണ് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഡിസംബർ മാസം 24 അല്ലെങ്കിൽ ആ ഒരു സമയത്ത് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ഒരു മാതാപിതാക്കള് ഈ ഡോക്ടർ ശൈലേഷ് മേത്തയെ കാണുവാനായി കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ഡോക്ടേഴ്സ് എന്താ പറയുക, പരിശോധിച്ച ശേഷം മാത്രമേ ഡോക്ടർ ശൈലേഷ് മേത്തയെ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരാൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പ്രതിദിനം നിരവധി ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഇന്ത്യയിലെ എന്താ പറയുക തിരക്കുള്ള ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ എന്താ പറയുക തിരക്കുള്ള ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു ഡോക്ടർ ശൈലേഷ് മേത്ത. അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റിന് 6 മാസം വരെ നമ്മൾ കാത്തിരിക്കണം. 6 മാസത്തിന് മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ നമുക്കൊന്ന് കാണുവാൻ സാധിക്കത്തുള്ളൂ. അത്രമാത്രം തിരക്കുള്ള ഒരു ഡോക്ടറാണ്. ഈ 5 വയസ്സുള്ള പെൺകുട്ടിയുമായി ഒരു മാതാപിതാക്കൾ കടന്നു വരികയും ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാ റിപ്പോർട്ടും ഒക്കെ പരിശോധിച്ച് എന്താ പറയുക, അതിനുശേഷം ഡോക്ടർ ശൈലേഷ് കാണേണ്ടതാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കാണിക്കത്തുള്ളൂ. ഈ എന്താ പറയുക പെൺകുഞ്ഞിനെ ഇവര് പരിശോധിച്ചതിന് ശേഷം സകല റിപ്പോർട്ടുകളും എടുത്തു വെച്ചതിന് ശേഷം ഈ മാതാപിതാക്കളെ നോക്കിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞു, ഡോക്ടർ ശൈലേഷിനെ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അടുത്ത 3 മാസത്തിനുള്ളിൽ ഈ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടും, ഈ കുഞ്ഞ് മരണപ്പെടും. ചെറുപ്പക്കാരായ ആ മാതാപിതാക്കള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ജൂനിയർ ഡോക്ടേഴ്സിനോട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ ഡോക്ടർ ശൈലേഷ് മേത്തയെ ഒന്ന് കാണുവാൻ നിങ്ങളൊന്ന് അനുവദിക്കണം. അവരപേക്ഷിക്കുകയാണ്, നിലവിളിക്കുകയാണ്. അവരുടെ നിലവിളിയുടെ നടുവില്, അവരുടെ കണ്ണുനീരിന്റെ നടുവില് ഒടുവില് എന്താ പറയുക ഡോക്ടർ ശൈലേഷ് മേത്തയെ കാണുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചു.
അദ്ദേഹം അവരുടെ കേസ് ഷീറ്റ്, റിപ്പോർട്ട് ഒക്കെ പഠിക്കുകയും അത് കാണുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ കുഞ്ഞിന്റെ റിപ്പോർട്ട് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ശൈലേഷ് മേത്ത പറഞ്ഞു, ഐ എം സോറി, ഐ കാൻ ഡു എനിത്തിങ്. എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അദ്ദേഹം തുടരുകയാണ്, എൻ്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന്, ഒരു ഇമ്മീഡിയറ്റ് സർജറി ഈ കുഞ്ഞിന് ചെയ്യണം. ആ സർജറി ചെയ്താൽ 70% സാധ്യതയില്ല, കേവലം 30% ഒരു ഹോപ്പ് മാത്രമേ ഉള്ളൂ. സർജറിക്ക് ശേഷം ഈ കുഞ്ഞ് ജീവനോടുകൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തു വരുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. രണ്ടാമത്തെ വഴി എന്ന് പറയുക, സർജറി ചെയ്തില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവിതം അടുത്ത 3 മാസത്തിനുള്ളിൽ എന്താ പറയുക, തീർന്നു, കുഞ്ഞ് മരിച്ചു പോകും. അപ്പൊ ഈ മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥയിൽ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഡോക്ടർ വിചാരിച്ചു അവർ കുഞ്ഞുമായി തിരികെ പോകുമെന്ന്. എന്നാൽ ഡോക്ടറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ ഞെട്ടിച്ചുകൊണ്ട് ഈ മാതാപിതാക്കൾ ഒരു തീരുമാനം ഡോക്ടറോട് പറയുകയാണ്. അവർ ഏകസ്വരത്തിൽ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഇമ്മീഡിയറ്റ്ലി സർജറി ചെയ്യണം. അവരുടെ കണ്ണുനീര് കണ്ട് 70% മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്ന് അവരോട് പറഞ്ഞ്, സർജറിക്ക് ശേഷം ഈ കുഞ്ഞ് ജീവനോടുകൂടി പുറത്തു വരുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ് അവരുടെ കൺസെന്റിൽ ഡോക്ടർ എന്താ പറയുന്നത്, സർജറി പോസ്റ്റ് ചെയ്തു. കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. പലവിധ പരിശോധനകൾ നടക്കുകയാണ്. ഒരു ദിവസം ഈ ഡോക്ടർ ശൈലേഷ് മേത്ത ഈ കുഞ്ഞിനെ കാണുവാൻ അല്ലെങ്കിൽ പരിശോധിക്കുവാനായി കടന്നു വരുന്ന സമയത്ത് ഈ അമ്മ തൻ്റെ കുഞ്ഞിന് ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല എന്നും, എൻ്റെ മോളെ, നിന്നെ ദൈവം സുഖപ്പെടുത്തുമെന്നും, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്നും ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കുഞ്ഞിനെ അമ്മ തൻ്റെ എന്താ പറയുക, ഹൃദയത്തിനുള്ളിൽ ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് നിന്നെ സുഖപ്പെടുത്തുവാൻ പറ്റുമെന്നും, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നും ഈ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്ത്, അല്ലെ കുഞ്ഞിനെ ബലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർജറിയുടെ ദിവസം കടന്നു വന്നു. ഈ പെൺകുട്ടിയെ സർജറി ടേബിളിലേക്ക് കിടത്തിയിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ആ സർജറി ടേബിളിൽ ഈ കുഞ്ഞ് കിടക്കുന്ന സമയം, കുഞ്ഞിന്റെ അടുത്ത് ഈ ഡോക്ടർ എത്തുകയാണ്. ഡോക്ടറിന് തൻ്റെ മുഖത്ത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ കുഞ്ഞിന്റെ അടുത്ത് വരിക. ഒരു 40-ലേറെ വർഷമായി, അല്ലെങ്കിൽ 40-45 വർഷമായി ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ ആദ്യമായി എന്താ പറയുക, തൻ്റെ മുമ്പിൽ വന്ന ഒരു പേഷ്യന്റിന്റെ മുഖത്ത് നോക്കി സങ്കടപ്പെടുകയാണ്. കാരണം ഉറപ്പില്ലാത്ത ഒരു സർജറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു സമയം, ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന പെൺകുട്ടി ഡോക്ടറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അങ്കിൾ, എൻ്റേത് ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, യു ഡോണ്ട് വറി മോളെ, നീ ഒന്നും പേടിക്കേണ്ട. ഇത് പറയുന്ന സമയത്ത് വീണ്ടും ഈ പെൺകുട്ടി പറയുകയാണ്, അങ്കിൾ, എനിക്ക് പേടിയില്ല, പക്ഷെ എനിക്ക് ഒരു സംശയം മാത്രമാണ് ഉള്ളത്. ഈ സമയം ഡോക്ടർ വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ്, പേടിക്കേണ്ട മോളെ, ഞാൻ നിനക്കൊരു ഇഞ്ചക്ഷൻ തരും. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, മോൾ ഒരു മയക്കത്തിലേക്ക് കടന്നു പോകും, പിന്നെ വേദന പോലും മോൾ അറിയുകയില്ല. ഇങ്ങനെ ഡോക്ടർ തൻ്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഡോക്ടറോട് വീണ്ടും പറയുകയാണ്, എനിക്ക് ഭയമില്ല അങ്കിൾ, എനിക്ക് പേടിയില്ല അങ്കിൾ, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഡോക്ടറിന് ആകാംക്ഷയായി. ഡോക്ടർ ചോദിച്ചു, എന്താണ് നിന്റെ സംശയം അങ്കിൾ? പെൺകുട്ടി ആ ഡോക്ടർ ശൈലേഷിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, അങ്കിൾ, എൻ്റെ ഹൃദയം അങ്ങ് മുഴുവനും തുറക്കുമോ? ഒരു ഓപ്പൺ ഹേർട്ട് സർജറി ആണോ അങ്കിൾ എനിക്ക് ചെയ്യുക? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതായത് എൻ്റെ ഹൃദയത്തിലാണ് ദൈവം
വസിക്കുക. ഞാനൊന്ന് കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരുട്ടു മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങ് എൻ്റെ ഹൃദയം തുറക്കാൻ പോവുകയാണ്. അങ്ങ് എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോട് എൻ്റെ അന്വേഷണം പറയണം. പോയിന്റ് നമ്പർ 1, ഈ പെൺകുട്ടി ഡോക്ടറോട് പറയുകയാണ്, എൻ്റെ ഹൃദയം അങ്ങ് തുറക്കുമ്പോൾ ദൈവത്തോട് അങ്കിൾ എൻ്റെ അന്വേഷണം പറയണം. 2, ദൈവം എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് എന്നോട് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. 5 വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട്, തൻ്റെ ആ അറിവിൽ നിന്നുകൊണ്ട് ഡോക്ടറോട് സംസാരിക്കുകയാണ്. 2 കാര്യങ്ങൾ അവൾ ആവശ്യപ്പെടുകയാണ്. 1, ദൈവത്തോട് എൻ്റെ അന്വേഷണം പറയണം. 2, ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ഡോക്ടർ അങ്കിൾ എന്നോട് പറഞ്ഞു തരണം. ഡോക്ടറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഈ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചതിന് ശേഷം സർജറിയിലേക്ക് അവർ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആദ്യത്തെ 45 മിനിറ്റ് സർജറി വളരെ വേഗത്തിൽ കടന്നുപോയി. എന്നാൽ 45 മിനിറ്റിന് ശേഷം അവർ സ്റ്റക്കാവുകയാണ്. കാരണം കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തം പോലും കടന്നു വരുന്നില്ല. പൾസ് റേറ്റ് ലോയായി, BP ലോയായി. ശരീരത്ത് ഘടിപ്പിച്ചിരുന്ന ചില മെഷീനറികളൊക്കെയും കുട്ടി ഒരു സിങ്കിങ് സ്റ്റേജിലേക്ക് കടന്നു പോവുകയാണ് എന്ന് വെളിപ്പെടുത്തി തുടങ്ങി. ഡോക്ടറുടെ കണ്ണു നിറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഞാൻ തോറ്റുപോയി. വൈദ്യശാസ്ത്രം തോറ്റുപോയി. പ്രഗത്ഭനായ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ശൈലേഷ് മെത്ത പറഞ്ഞു, ഞാൻ തോറ്റുപോയി. ഇനി ഒന്നും ചെയ്യാനില്ല. ഈ കുഞ്ഞ് രക്ഷപ്പെടുകയില്ല. എല്ലാം തുന്നിക്കെട്ടി പൂർവ്വസ്ഥിതിയിലാക്കി സർജറി അവസാനിപ്പിക്കുവാനായി ഡോക്ടർ നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ ഈ ഡോക്ടറുടെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ദൈവത്തോട് എൻ്റെ അന്വേഷണം പറയണം. 2, ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് അങ്കിള് പിന്നീട് എന്നോട് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഈ ഡോക്ടർ ശൈലേഷ് എന്ന് പറയുക. അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആയിരുന്നു. തൻ്റെ ചിന്തകള്, ഈ പെൺകുട്ടിയുടെ ചോദ്യം തൻ്റെ ചിന്തകളെ ചൂടുപിടിപ്പിക്കുവാനായി തുടങ്ങി. ഡോക്ടറിന്റെ ചിന്തകളില് ഈ പെൺകുട്ടിയുടെ ചോദ്യം, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വിശ്വാസം ഒന്ന് ഷിവറിങ്ങിലേക്കും ഒരു മറ്റൊരു തലത്തിലേക്ക് ചിന്തകളെ മാറ്റിവിട്ടു. ഈ ഡോക്ടർ ഒരു ദൈവവിശ്വാസി അല്ലായിരുന്ന ഡോക്ടർ, ഒരു എത്തിസ്റ്റ് ആയിരുന്ന ഈ ഡോക്ടർ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഡോക്ടർ ശൈലേഷ് മേത്ത ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അങ്ങാരാണെന്നോ അങ്ങുണ്ടെന്നോ പോലും എനിക്ക് അറിയില്ല, അങ്ങുണ്ടോ എന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ദൈവമുണ്ട് എന്ന് ഈ കുഞ്ഞും ഈ കുഞ്ഞിന്റെ അമ്മയും വിശ്വസിക്കുകയാണ്. ഞാനും എൻ്റെ കഴിവും ഇവിടെ തോറ്റുപോയി. ദൈവമേ, അങ്ങുണ്ടെങ്കിൽ, അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ സമയം, ഈ നിമിഷം അങ്ങ് ചെയ്യണം. ഞങ്ങള് സർജറി അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ പെൺകുട്ടിയുടെ ശരീരം ഞങ്ങള് തുന്നിക്കെട്ടുവാൻ പോവുകയാണ്. ദൈവമേ, അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം അങ്ങ് ചെയ്യണം. ഇത് പറഞ്ഞ് കണ്ണുനീരോടുകൂടി നിൽക്കുന്ന ഡോക്ടർ ശൈലേഷ് മേത്ത ഒരു സ്വരം കേട്ടു. തന്റെ ജൂനിയർ ഡോക്ടർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സർ, ബ്ലഡ് ഈസ് കമ്മിങ്. അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് ഒരു സ്വരം ഇങ്ങനെ കേൾക്കുകയാണ്, സർ, ബ്ലഡ് ഈസ് കമ്മിങ്. ആദ്യത്തെ ഒരു തുള്ളി രക്തം ഹൃദയത്തിന്റെ വാൽവ് തുറന്നുകൊണ്ട് ആ കുഞ്ഞു ഹൃദയത്തിലേക്ക് വീഴുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ,
ദൈവം ഉണ്ടോ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ നീ ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യണമെന്ന് ഡോക്ടർ ശൈലേഷ് മേത്ത പ്രാർത്ഥിച്ച അടുത്ത നിമിഷം ആ പെൺകുട്ടിയുടെ ഹൃദയത്തിന്റെ വാൽവ് തുറന്ന് ഒരു തുള്ളി രക്തം ആ കുഞ്ഞ് ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ആ കുഞ്ഞു ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തം വീഴുന്ന സമയം അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ആ ടേബിള് വീണ്ടും ആക്റ്റീവ് ആവുകയാണ്. ഹല്ലേലൂയ. പിന്നീട് നീണ്ടുനിന്ന 4.5 മണിക്കൂർ സർജറിക്ക് ശേഷം 30% മാത്രം പ്രതീക്ഷയുണ്ട് എന്ന് ഡോക്ടർ ശൈലേഷ് മേത്ത പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം 100% സർജറി വിജയിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി തിരികെ കടന്നു വരികയാണ്. ആ സർജറിക്ക് ശേഷം ആ പെൺകുട്ടിക്ക് പിന്നീട് ഒരു കോംപ്ലിക്കേഷൻസും കടന്നു വന്നില്ല. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, 60 വയസ്സുവരെയും ആ പെൺകുട്ടി സുഖമായി ജീവിക്കും. അവർക്ക് വിവാഹ ജീവിതം, കുടുംബ ജീവിതം എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പക്ഷേ ടെസ്റ്റ് അവിടെയല്ല. ഇപ്പൊ മറ്റൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കാണുവാനായി ഈ ഡോക്ടർ ശൈലേഷ് മേത്ത കടന്നു വന്നത്. ഹല്ലേലൂയ. ഇദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആകാംക്ഷയോടുകൂടി ഇത് കേട്ടിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ചോദിച്ചു, കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ, സന്തോഷമായില്ലേ, ഇനി എന്താണ് പ്രശ്നം? ഈ സമയമാണ് ഡോക്ടർ ശൈലേഷ് മേത്ത അബ്ദുൽ കലാമിനോട് പറയുകയാണ്, സർജറിക്ക് ശേഷം ഇന്ന് ഞാൻ ആ പെൺകുട്ടിയെ കാണുവാൻ പോവുകയാണ്. അവൾ എന്നോട് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ആ 2 ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഉത്തരം കൊടുക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി ഡോക്ടർ APJ അബ്ദുൽ കലാം ഡോക്ടർ ശൈലേഷ് മേത്തയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ശ്രദ്ധിക്കുക, ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഡോക്ടർ, അങ്ങ് ആ മോളോട് പറയണം, നിന്റെ കുഞ്ഞു ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തമായി ദൈവം കടന്നു വരുന്നത് ഞാൻ കണ്ടുവെന്ന്. വൈദ്യശാസ്ത്രത്തിലെ മുടിചൂടാ മന്നനായിരുന്ന, എത്തിയിസ്റ്റായിരുന്ന ഡോക്ടർ ശൈലേഷ് മേത്ത ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ച ആ നിമിഷം, അമ്മ പഠിപ്പിച്ച ദൈവത്തിന്റെ ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം ആ കുഞ്ഞിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ, ആ വിശ്വാസം ഡോക്ടർ ശൈലേഷ് മേത്തയെ ഒരു വിശ്വാസിയാക്കി മാറ്റിയെങ്കിൽ, ആ ഡോക്ടർ ശൈലേഷ് മേത്തയുടെ ജീവിതം മാറ്റിമറിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ ഉത്തരമല്ലേ ഡോക്ടർ APJ അബ്ദുൽ കലാം വെളിപ്പെടുത്തിയത്? ഒരു തുള്ളി രക്തമായി നിന്റെ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കാൽവരിയുടെ നെറുകയില് സകല മാനവരാശിയുടെയും ജീവൻ തിരികെ തരുവാൻ, ഹല്ലേലൂയ, സാത്വാനിക മണ്ഡലങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ദൈവിക ജീവൻ തിരികെ തരുവാൻ തന്റെ അവസാന തുള്ളി രക്തവും ചിന്തി നമ്മെ വീണ്ടെടുത്ത യേശുക്രിസ്തു എന്ന സത്യദൈവത്തെ മറന്നുകൊണ്ട് ഈ ഒരു നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കടന്നു പോകാൻ സാധിക്കുമോ? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സകല മാനവരാശിക്കും വേണ്ടി ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി സ്വർഗം തുറന്നിറങ്ങി വന്ന യേശുക്രിസ്തു തന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഉറ്റിത്തന്നപ്പോ, രക്തമില്ലാത്തതിന്റെ പേരിൽ അവന്റെ ഹൃദയത്തിന്റെ പെരിക്കാടിയം മുറിഞ്ഞ് പെരിക്കാടിയത്തിന്റെ അകത്തുനിന്ന് രക്തമില്ലാത്തതിന്റെ പേരിൽ രക്തത്തിന്റെ ബേസ് ഫോമായ പ്ലാസ്മ വെള്ളം പോലെ പുറത്തേക്കൊഴുകുകയാണ്. അവസാന തുള്ളി രക്തവും സകല മാനവരാശിക്കും വേണ്ടി ഊറ്റിത്തന്ന യേശുക്രിസ്തു രക്തം നൽകിയാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമ്മെ വീണ്ടെടുത്തത്, നമ്മളെ നിത്യ ജീവനിലേക്ക് നയിച്ചത്. യേശുക്രിസ്തു തന്റെ രക്തം ചിന്തിയുള്ള പാപമോചനം നേടിത്തന്നുകൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം ആർക്കും ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ രക്തം ഇന്ന് ആർക്കും ആവശ്യമില്ല. ഈ ഒരു
ഒരു കാലഘട്ടത്തിന്റെ നടുവില് യേശു ആരാണെന്ന് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം. ഒരു വിശ്വാസി മാത്രമല്ല, ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു വലിയ ആത്മീയ സത്യമാണ് ആരാണ് യേശു ക്രിസ്തു. അതിനുശേഷം കുരിശുമരണത്തിന്റെ ആഴമറിയാതെ കടന്നു പോകരുത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ആഴമറിയാതെ ഈ ലോകത്തു നിന്ന് ഒരു വ്യക്തി പോലും നഷ്ടമാകരുത്, അല്ലെങ്കിൽ മാറ്റപ്പെടരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതൊരു വിശ്വാസികളായവര് മാത്രമല്ല, ഈ ലോക ചരിത്രത്തിൽ നിന്ന് മനുഷ്യനായി ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരറിയേണ്ട പരമപ്രധാനമായ സത്യമാണ് യേശുക്രിസ്തുവിന്റെ കുരിശു മരണമെന്ന് പറയുക. യോഹന്നാന്റെ സുവിശേഷം 1:29 യേശുക്രിസ്തുവിനെ കണ്ട സ്നാപക യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് ക്രിസ്ത്യാനികളുടെ പാപം മാറ്റുന്ന കുഞ്ഞാടല്ല, കത്തോലിക്ക വിശ്വാസികളുടെയോ യാക്കോബായ വിശ്വാസികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടല്ല, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 ചരിത്രത്തിന്റെ ഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശുക്രിസ്തു സ്വർഗം തുറന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപമെടുത്തുകൊണ്ട് യേശുക്രിസ്തു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാൽവരിയിൽ തന്നെ സമർപ്പിക്കുവാൻ കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി ഈ ലോകത്തിലേക്ക് ഒരു ദൈവം കടന്നു വരികയാണ്. ഒരൽപ്പം രക്തം ചിന്തി സകല മാനവരാശിയുടെയും പാപമോചനം സാധ്യമാക്കി നിത്യജീവൻ അവകാശമാക്കുവാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം എന്ന് പറയുക യേശു ക്രിസ്തുവിന്റെ കുരിശുമരണമാണ്. എന്നാൽ അതേപോലെ തന്നെ ആത്മീയ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്ന ഒരു സംഭവം ഏത് എന്ന് ചോദിച്ചാൽ അതും യേശുക്രിസ്തുവിന്റെ കുരിശുമരണം മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യം എടുത്താൽ നമുക്ക് കുരിശു മരണം നടക്കുന്ന സമയത്ത് ഈ ലോക ചരിത്രത്തില് അസാധാരണമായ ചില സംഭവ വികാസങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. എന്ന് വെച്ചാൽ ലോകത്തിന്റെ ചരിത്രമെടുത്താൽ ഒരാള് പോലും മരിച്ച സമയത്ത് ഇങ്ങനെ ഒന്നും സംഭവിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഒരു വ്യക്തി മരിച്ച സമയത്തും ലോക ചരിത്രത്തില് അസാധാരണമായ സംഭവ വികാസങ്ങള് യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് നടന്നതുപോലെ നടന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് 27-ാം അധ്യായം 51-ഉം 52-ഉം വാക്യങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിങ്ങനെയാണ് പറയുക. കുരിശുമരണം നടക്കുന്ന ആ സമയത്ത് ജെറുസലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ കീറി മാറി എന്നാണ് പറയുക. 2 ഭൂമി കുലുങ്ങി, 3 പാറകൾ പിളർന്നു, 4 ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. പിന്നീട് 5ാമത് നിദ്ര പ്രാപിച്ചിരുന്ന വിശുദ്ധന്മാര് ഉയർപ്പിക്കപ്പെട്ടു. പിന്നീട് എന്താണ്? ഉയർപ്പിക്കപ്പെട്ടവർ ശവകുടീരത്തിൽ തന്നെ വെയിറ്റ് ചെയ്തു എന്ന് വചനം വ്യക്തമാക്കുന്നു. പിന്നീട് എന്താണ് പറയുക? 7ാമത്തെ കാര്യം, ശതാധിപൻ ഇങ്ങനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരു 7ഓളം സംഭവ വികാസങ്ങൾ അവിടെ നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുക, ദേവാലയത്തിന്റെ തിരശ്ശീല കീറുകയാണ്, ഭൂമി കുലുങ്ങുകയാണ്, പാറകൾ പിളരുകയാണ്, ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയാണ്, നിദ്ര പ്രാപിച്ചിരുന്ന വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടുകയാണ്. ഉയർപ്പിക്കപ്പെട്ടവര് ആ ശവകുടീരങ്ങളിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെന്താണ്? സൂര്യൻ പിന്നീട് ശതാധിപൻ പറയുന്നു, സത്യമായും ഇവൻ ദൈവപുത്രനാണ്.
പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദേവാലയത്തിന്റെ വിരി കീറി എന്ന് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഈ ദേവാലയത്തിന്റെ വിരി എന്ത് അല്ലെങ്കിൽ ദേവാലയം എന്ത് എന്ന് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇവിടെ ജെറുസലേം ദേവാലയത്തിന് 3 തലങ്ങളാണ് കാണുക. ഒന്ന് ഔട്ടർ കോർട്ട്, നമ്മൾ മണ്ഡലം എന്ന് പറയുന്ന, പ്രാകാരം എന്ന് പറയുന്ന വെളിയിലുള്ള സ്ഥലം. അടുത്തത് വിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ്. മൂന്നാമത് എന്താണ്? മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നിടത്താണ് ഈ കർട്ടൻ എന്ന് പറയുക. ഈ അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വാഗ്ദത്ത പേടകം അഥവാ വാഗ്ദാന പേടകം എന്ന് പറയുക. അതിനകത്താണ് മന്ന, അഹറോന്റെ തളിർത്ത വടി, 10 കൽപ്പനകള്, ആദ്യത്തെ 5 ബുക്കുകളായ ഉൽപ്പത്തി തൊട്ടുള്ള 5 ബുക്കുകളായ തോറ, അതിന്റെ മുകളില് കൃപാസനം അഥവാ മേഴ്സി സീറ്റ്, അതിനു ചുറ്റും കെരൂബുകള്, സെറാഫുകള് എല്ലാം അടങ്ങുന്ന അതിവിശുദ്ധ സ്ഥലമാണ്. അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കലാണ് ബലിയർപ്പിക്കുവാനായി അവിടെ പ്രവേശിക്കുക. എന്നാൽ ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ ഒരു കർട്ടൻ ഇട്ട് അത് മറച്ചിരിക്കുകയാണ്. പാപപരിഹാരം വർഷത്തിലൊരിക്കൽ ഈ പാപപരിഹാര ബലി നടത്തുന്ന സമയത്ത് പാപപരിഹാരത്തിനുള്ള ബലിമൃഗത്തെ പുരോഹിതൻ പ്രാകാരത്തിൽ അല്ലെങ്കിൽ ഔട്ടർ കോർട്ടിൽ ബാഹ്യ സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്ത് സ്ലോട്ടർ ചെയ്ത് കൊന്ന് അതിന്റെ രക്തം എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ കടന്നു പോകും. ഈ മഹാപുരോഹിതൻ ഏതെങ്കിലും തരത്തില് പാപം ചെയ്ത് ഒരു അശുദ്ധിയിലൂടെയാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഈ മഹാപുരോഹിതൻ പോലും അവിടെ വെച്ച് മരിച്ചു വീഴും. കാരണം അത്രത്തോളം ഭയത്തോടും വിറയലോടും കൂടിയാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് മഹാപുരോഹിതൻ കടന്നു പോവുക. ഈ ബലിയർപ്പിക്കുവാൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത് എന്താ പറയുന്നത്, ഭയത്തോടു കൂടിയാണെന്ന് പറയുവാൻ കാരണം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാപം മഹാപുരോഹിതനെ ഫോളോ ചെയ്യുന്നുവെങ്കിൽ അവിടെ വെച്ച് തന്നെ മഹാപുരോഹിതൻ എന്താ പറയുക, മരിച്ചു വീഴും. ഈ മരിച്ച് വീഴും എന്നുള്ളത് കൊണ്ട് ഈ മഹാപുരോഹിതൻ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ മഹാപുരോഹിതന്റെ കാലിൽ ഒരു ചരട് കെട്ടി ആ ചരട് വിശുദ്ധ സ്ഥലത്തേക്ക് ഇങ്ങനെ നീട്ടിയിടും. കാരണം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ഈ മഹാപുരോഹിതന്റെ ഡെഡ് ബോഡി എടുക്കുവാൻ ആർക്കും പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ട് വലിച്ചെടുക്കുവാൻ വേണ്ടി ഇത് എന്താ പറയുക, ഒരു കാലിൽ ഒരു ചരട് കെട്ടിയിടും. അതുപോലെ തന്നെ ഈ മഹാപുരോഹിതൻ അവിടെ ബലിയർപ്പിക്കുന്ന ഒരു സമയത്ത് ഈ ബലിയർപ്പണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പുറത്തു നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഈ മഹാപുരോഹിതന്റെ വസ്ത്രങ്ങളിൽ ചെറിയ മണികൾ കെട്ടിത്തൂക്കുക എന്താ പറയുക, ആ സമയത്തെ ഒരു ആചാരമായിരുന്നു. കാരണം ഈ ചെറിയ മണികൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്തു നിന്നും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ഈ ബലിയർപ്പണം നടത്തുന്ന സമയത്ത് ഇങ്ങനെ ആടിക്കൊണ്ടാണ് മഹാപുരോഹിതൻ ബലിയർപ്പണം നടത്തുക. ഈ ബലിയർപ്പണം നടത്തുന്ന സമയത്ത് ഈ മണികൾ ഇങ്ങനെ കൂട്ടിയിടിക്കുന്നത് കൊണ്ട് പുറത്ത് നിൽക്കുന്നവർക്ക് ഇത് ബലിയർപ്പണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ചെറിയ മണികള് കെട്ടിവെക്കുകയും കാലില് ചരട് കെട്ടി പുറത്തേക്ക് വലിച്ചെടുക്കുവാനുള്ള ഒരു കാര്യം ചെയ്തും വെക്കുക. ഈ എന്താ പറയുന്നത്, മണിയടി ശബ്ദം നിലച്ചുപോയി അല്ലെങ്കിൽ മണിയടി ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ മഹാപുരോഹിതൻ മരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പം ഈ ഡെഡ് ബോഡി അകത്ത് കയറി എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ മഹാപുരോഹിതന്റെ കാലില് ചരട് കെട്ടി പുറത്തേക്കിടും. ഇതായിരുന്നു പഴയ നിയമത്തിലെ ബലിയർപ്പണ രീതി എന്ന് പറയുക.
എന്നാൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവരിയിൽ തൻ്റെ പാപപരിഹാര ബലി പൂർത്തിയാക്കുന്ന സമയം എന്ത് സംഭവിച്ചു? സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാര് അവരവരുടെ കബറിടങ്ങളിൽ എഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ സമയം ജെറുസലേം ദേവാലയത്തിന്റെ വിരി മുകൾ തൊട്ട് താഴെ വരെ കീറി മാറുകയാണ്. എന്ന് വെച്ചാൽ സ്വർഗീയ തലം തൊട്ട് ആത്മീയ തലം തൊട്ട് ഭൗതിക തലം വരെ ഒരു പുതിയ ക്രമം സ്വർഗം കൊണ്ടുവരികയാണ്, ദൈവം അനുവദിക്കുകയാണ്. മുകൾ തൊട്ട് താഴെ വരെ ദേവാലയത്തിന്റെ വിരി കീറി മാറി എന്ന് പറയുമ്പോൾ ആത്മീയമായ ഒരു പുതിയ തലം ദൈവം തുറക്കുകയാണ്. ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ എന്താ പറയുന്നത്, പാപപരിഹാരത്തിനുള്ള രക്തമായി കടന്നു പോകുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇന്ന് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ കരങ്ങളിൽ എടുത്ത് നമുക്കും കയറുവാനായി ഒരു പുതിയ വഴി ദൈവം തുറക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറുസലേം ദേവാലയത്തിന്റെ തിരശ്ശീല കീറി എന്ന് വെച്ചാൽ സ്വർഗം മുതൽ ഭൂമി വരെ ഒരു കീറൽ ഉണ്ടാവുകയാണ്. അത് ജെറുസലേം ദേവാലയത്തിന്റെ വിരി കീറിയത് വഴി സ്വർഗം നമ്മെ പഠിപ്പിച്ച് തരികയാണ്. ജെറുസലേം ദേവാലയത്തിന്റെ വിരി എന്ന് പറയുമ്പോൾ 16 തരത്തിലുള്ള തുണികൾ കൊണ്ട് തുന്നിയെടുത്തതായിരുന്നു ഈ വിരി എന്ന് പറയുക. ഇത് കീറണമെങ്കിൽ അസാധ്യമാണ്, ഇത് കീറുക മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ 7 ഹോഴ്സ് പവറിന്റെ മോട്ടർ ഉണ്ടെങ്കിൽ 3.5 ഒരു സൈഡിലും 3.5 മറു സൈഡിലും ഉണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് ഈ 3.5 ഹോഴ്സ് പവറിന്റെ 2 മോട്ടറുകൾ വെച്ച് വലിച്ചെങ്കിൽ മാത്രമേ ഈ ജെറുസലേം ദേവാലയത്തിന്റെ 16 ലെയറുള്ള ഈ ഒരു വിരി കീറുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ വിരിയാണ് ഒരു കാരണവും കൂടാതെ മുകള് തൊട്ട് താഴെ വരെ കീറി മാറി എന്ന് പറയുമ്പോൾ ഒരു പുതിയ വഴി സ്വർഗം നമുക്കായി തുറക്കുകയാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, യേശുക്രിസ്തുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു എന്ന് വചനം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറുസലേം ദേവാലയത്തിന്റെ വിരി കീറി മാറി എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം ദൈവം അനുവദിക്കുകയാണ്. അവിടെ ആ വിരി കീറി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കീറിയത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ശരീരം കീറുകയും പുതിയൊരു വഴി നമുക്കായി സ്വർഗം തുറക്കുകയുമാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. അപ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം 14:6 നമുക്ക് മനസ്സിലാക്കുക. യേശു വിളിച്ചു പറഞ്ഞില്ലേ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ. ദേവാലയത്തിന്റെ വിരി കീറിയത് യേശുക്രിസ്തുവിന്റെ ശരീരം കീറിയതിന് തുല്യമാണ്. എന്ന് വെച്ചാൽ മനുഷ്യനും ദൈവവുമായുള്ള അകലം ദൈവമില്ലാതെയാക്കി. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാൽ അഥവാ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം ഇനി എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്താ പറയുക, അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ യേശുക്രിസ്തുവിന്റെ രക്തം യോഗ്യത, ആ രക്തത്തിന്റെ യോഗ്യത ഉള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് ചെല്ലുവാൻ പറ്റുന്ന ഒരു വലിയ അഭിഷേകമാണ് കുരിശുമരണത്തിലൂടെ ദൈവം നമുക്ക് ഒരുക്കി തന്നത്. എന്ന് വെച്ചാൽ യേശുവാകുന്ന വഴിയിലൂടെ ഇനി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നേരിട്ട് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഉറപ്പെന്ന് പറയുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിയത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം, ത്രിയേക ദൈവം നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ആദ്യത്തെ സൃഷ്ടികർമ്മത്തിൽ
ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ് എന്ന് തിരിച്ചറിയുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നമുക്ക് ആ സാദൃശ്യം തിരികെ തരുന്ന ഒരു അനുഗ്രഹമാണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പാപത്തിലൂടെ ദൈവത്തിന്റെ സാദൃശ്യം നഷ്ടമായി, ദൈവത്തിന്റെ ജീവൻ നഷ്ടമായി. എന്നാൽ പിന്നീട് ദൈവം ഉൽപ്പത്തി 3:15 പ്രവചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് മറിയത്തിന്റെ ഉദരം കടമെടുത്തുകൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ദൈവം യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുകയാണ്. ഈ ദൗത്യം പൂർത്തിയാക്കുക വഴി എന്താണ് സംഭവിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുക. അതായത് യേശുക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ ദൈവം തെരഞ്ഞെടുത്തു വെച്ച നമ്മളെ, അതായത് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ് എന്നാണ് ബൈബിൾ വ്യക്തമാക്കുക. അപ്പം യേശുക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ തെരഞ്ഞെടുത്ത, മുൻകൂട്ടി അറിഞ്ഞവരെ, നമ്മളെ ഓരോരുത്തരെ ദൈവം എന്ത് ചെയ്തു? പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുകയാണ്. ഉൽപ്പത്തി 1:26 നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ. പാപം വഴി ആ സാദൃശ്യം നഷ്ടമായി, ദൈവിക ജീവൻ നഷ്ടമായി. യേശു ആരെന്ന് തിരിച്ചറിയുന്നിടത്ത്, യേശു എന്റെ ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ തന്റെ രക്തത്താൽ കഴുകിക്കൊണ്ട് പുത്രന്റെ സാദൃശ്യത്തിലേക്ക് യേശുക്രിസ്തു ചേർത്ത് പിടിക്കുകയാണ്. നമുക്ക് നഷ്ടമായത് യേശുക്രിസ്തുവിന്റെ, അതെങ്കിൽ ദൈവത്തിന്റെ ജീവനാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവനുണ്ട്. യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുകയാണ്. യേശുക്രിസ്തു 100% ദൈവമാണ്. മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ 100% മനുഷ്യനായി മാറി. എന്ന് വെച്ചാൽ 100% ദൈവം, 100% മനുഷ്യൻ. നമ്മള് 100% മനുഷ്യർ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വന്നു. നമ്മുടെ ജീവിതത്തിലെ പാപം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചു. നമ്മളെ വിശുദ്ധീകരിച്ച യേശുക്രിസ്തു നമ്മളെ നീതീകരിച്ച നമ്മളെ യേശുക്രിസ്തു മഹത്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ശ്രദ്ധിച്ചു നോക്കുക. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം രണ്ടും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളിൽ നിലനിൽക്കുന്നത് മനുഷ്യത്വം മാത്രമാണ്. എന്നാൽ നമ്മളിലുള്ള മനുഷ്യത്വം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലേക്ക് ചേരുകയാണ്. അപ്പൊ നമ്മള് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലേക്ക് നമ്മുടെ മനുഷ്യത്വം ചേരുമ്പം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതോടുകൂടി നമുക്ക് നഷ്ടമായ ദൈവിക ജീവനിലേക്ക് നാം കടന്നു പോവുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും. ഇനി നമ്മുടെ പാപവിമോചനത്തിന് വേണ്ടി നമ്മള് മുട്ട നീന്തണ്ട, നമ്മള് കല്ലെറിയണ്ട, നമ്മൾ യാതൊരു കലാപരിപാടി നമ്മൾ ചെയ്യണ്ട. കാരണം കംപ്ലീറ്റ്ലി യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തെ എടുത്തു മാറ്റുകയാണ്. 1 യോഹന്നാൻ 1:8 പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഇനി നമ്മളുടെ ഒരു പ്രവൃത്തിയും നമ്മുടെ പാപത്തെ എടുത്തു മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനമായി അത് മാറുമെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് നീതീകരണം ലഭിക്കുകയാണ്. അപ്പോൾ പാപത്തിൽ നിന്നുള്ള നീതീകരണം. നീതീകരിച്ചവരെ എന്ത് ചെയ്തു? വിശുദ്ധീകരിക്കുകയാണ്. വിശുദ്ധീകരിച്ചവരെ എന്ത് ചെയ്യുന്നു? മഹത്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ചേർത്തു പിടിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്ന, പാപത്തെ എടുത്തു മാറ്റി ദൈവത്തിന്റെ നെഞ്ചിലേക്ക് ചേരുന്ന നമുക്കായി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തിലാണ് നമ്മൾ തുടരുന്നതെങ്കിൽ ഈ അനുഗ്രഹം നമുക്ക് ലഭ്യമാകുകയില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ നിത്യമായ ഒരു അന്ധകാരത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വലിയ നിലവിളിയിലേക്ക്, ഒരു വലിയ അപകടത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമെന്നുള്ളത്
തിരിച്ചറിഞ്ഞേ മതിയാകൂ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ നിത്യ ജീവനിലേക്ക് നയിക്കും. ഇന്നത്തെ ഈ ദിവസം ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളെ വിട്ടുകൊടുക്കുവാൻ തയ്യാറെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കുരിശുമരണത്തിന്റെ ആഴമേറിയ സത്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും. വീണ്ടും ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. ആ ഒരു കുഞ്ഞിനോട് പറഞ്ഞു, ഒരു തുള്ളി രക്തമായി നിന്റെ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുപോലെ കാൽവരിയിൽ ചിന്തിയ രക്തം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് മൃതമായിരിക്കുന്ന നമ്മുടെ ആത്മാവിൽ തളിക്കപ്പെട്ട് ആത്മാവിന് ജീവനേകുവാൻ, ജീവന്റെ സമൃദ്ധിയേകുവാൻ. യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും, എന്നാൽ യേശുക്രിസ്തു വരുന്നത് ജീവനേകുവാൻ, ജീവന്റെ സമൃദ്ധിയേകുവാൻ. കാൽവരിയിൽ ജീവനേകിയ യേശുക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ നോമ്പുകാലം ഈ കുരിശുമരണത്തിന്റെ വിശുദ്ധ കുർബാനയുടെ ഉള്ളിലുള്ള ആ മഹനീയ രഹസ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതം ക്രിസ്തുവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, പഴയതെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു സൃഷ്ടിയാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാപങ്ങളെ ക്രമമായി ഓർത്ത് നല്ല ഒരു കുമ്പസാരം എടുത്ത് ക്ഷമിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ ഉണർവോടുകൂടി മുന്നോട്ടു പോകുവാനും ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈ സത്യവും ഈ സത്യസുവിശേഷവും എത്തിച്ച് ഈ വചനം സത്യമാണെന്നും യേശുക്രിസ്തു സത്യദൈവമാണെന്നും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. തലമുറകളെ ദൈവത്തിന് വിട്ടുകൊടുക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കാം, നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഓർക്കുക, കുരിശുമരണം സത്യമാണ്, യേശുക്രിസ്തു സത്യമാണ്. യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മളുടെ വിലയെന്ന് തിരിച്ചറിഞ്ഞ് കുരിശുമരണത്തിലേക്ക് ജീവിതം ചേർത്ത് വെക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.